എന്റെ വീടിന്റെ അടുത്ത് പണ്ടൊരു ഉത്സവത്തിന് കമ്മിറ്റിക്കാർക്ക് ഒരു അബദ്ധം പറ്റി. അവർ അനശ്വര കാതികൻ വി സാംബശിവന്റെയും ഹാസ്യകാതികൻ വി ഡി രായപ്പന്റെയും കഥാപ്രസംഗം ബുക്ക് ചെയ്തത് ഒരേ ദിവസമായി പോയി. 2 കാതികരും കൃത്യസമയത്ത് എത്തുകയും ചെയ്തു. 2 പേർക്കും അന്ന് തന്നെ കഥ അവതരിപ്പിക്കുകയും വേണം. ഒടുവിൽ ഒരേ സമയത്ത് ഒരേ വേദിയില് അവർ കഥ പറഞ്ഞു തുടങ്ങി. അതിങ്ങനെയായിരുന്നു. സംപൂജ്യരായ ഗുരുജനങ്ങളെ, നിങ്ങൾക്കെവർക്കും എന്റെ വിപ്ലവാഭിവാദ്യങ്ങൾ. ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് പോത്തുപുത്രി. അതെ, കഥ ആരംഭിക്കുന്നതിനും ഒരു വാക്ക്. കല്ലെടുത്ത് കീറ്റരുതേ നാട്ടാരേ, എല്ലു വലിച്ചൂരരുതേ നാട്ടാരേ, അയ്യോ കല്ലെടുത്ത് കീറ്റരുതേ നാട്ടാരേ. പ്രശസ്ത ബംഗാളി നോവലിസ്റ്റായ സുഭാഷ് ചാറ്റർജിയുടെ കാവ്യമാണ് എന്റെ കഥ. ഈ കഥ നടക്കുന്ന അങ്ങ് വടക്ക് ആൾത്താമസമില്ലാത്ത ഒരു കുറ്റിക്കാട്ടിലെ 2 മാളത്തിലാണ്. 1948 ആഗസ്റ്റ് 10 സമയം കൃത്യം 10 മണി. തിഹാർ സെൻട്രൽ ജയിലിന്റെ കവാടം മെല്ലെ മെല്ലെ തുറന്നു. ആ കവാടത്തിലൂടെ വാലും പൊക്കി പിടിച്ചൊരു ചുണ്ടലി പുറത്തേക്ക് ഒരു ഒറ്റ ചാട്ടം. അതെ, അവനാണ് എന്റെ കഥയിലെ നായകൻ. അവന്റെ പേരാണ് തൊരപ്പൻ. അതാണ് അവന്റെ പേര്. സുന്ദരനാണവൻ, സുന്ദരൻ. ആരോഗ്യ ദൃഢഗാത്രനായ അവന്റെ അഴകിനെ കുറിച്ചൊന്ന് വർണ്ണിച്ചാൽ, ചകരനാരി പോലത്തെ വളഞ്ഞൊരു വാലും, മുട്ടത്തോട് ചുളിഞ്ഞതുപോലത്തെ ഒരു മുതുകും, ആരോമാർക്ക് പോലത്തെ ചുണ്ടും, അടക്കാത്തൊണ്ടിന്റെ നാരി പോലെ 4 മീശയുമുള്ള ഇവരെ കണ്ടാൽ ആരും തല്ലിക്കൊന്ന് കാട്ടിത്തന്നു. അത്രയ്ക്ക് വിരുദ്ധനാണവൻ. ഇതൊക്കെയാണെങ്കിൽ ഒരു നാടിന്റെ കണ്ണിലുണ്ണിയാണവൻ. ജയിൽ വിട്ടിറങ്ങുന്നവനെ സ്വീകരിക്കുവാൻ ആ നാട്ടിലെ പ്രമാണിമാരെല്ലാം അവിടെ എത്തി. അവൻ ആരൊക്കെയാണെന്ന് അറിയണ്ടേ? 10 പോത്ത്, 5 മാക്രിക്കുഞ്ഞ്, 4 കണ്ടംപൂച്ച, വാല് മുറിഞ്ഞൊരു നീക്കോലി, ഇത്രയും പേർ അവനെ തന്നെ നോക്കി നിന്നു. സഹൃദയരെ, ആ നാട്ടിൽ അവൻ അറിയാത്ത ജോലികളൊന്നും തന്നെ ബാക്കി ഉണ്ടായിരുന്നില്ല. എല്ലാ ജോലികളിലും മുമ്പനാണ്, ഒരു മൂപ്പനാണ്. എന്തൊക്കെയാണ് അവന്റെ ജോലികൾ എന്ന് അറിയണ്ടേ? കപ്പമൂട് മാറ്റുക, തേങ്ങാമുറി കട്ട് തിന്നുക, തുണിയെല്ലാം കടിച്ചു പറിച്ച് ഓട്ടയാക്കുക, ഇതൊക്കെയാണ് അവന്റെ ജോലി. അവന്റെ ഗ്രാമത്തിൽ അവന് മാത്രം സ്നേഹിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അവന്റെ എല്ലാമായ കാമുകി. അവളുടെ പേരെന്താണെന്ന് അറിയണ്ടേ? മൂഷിക. മൂഷിക സ്ത്രീ, അതായിരുന്നു അവളുടെ ഫുൾ നെയിം. ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് അവളോട് ഒരിക്കലും മറക്കാനാവാത്തൊരു വലിയ തെറ്റ് ചെയ്തിട്ടാണ് അവൻ പോയത്. പിന്നീട് എപ്പോഴും ആരോ പറഞ്ഞറിഞ്ഞു തന്നിൽ നിന്ന് അവൾ ഗർഭിണിയാണ്. അവൻ മനസ്സിലോർത്തു, ഇപ്പോൾ അവൾ പ്രസവിച്ചു കാണും. തന്നെ മുഖച്ചായുള്ള ഒരു 10-16 എലിക്കുഞ്ഞുങ്ങൾ തരങ്ങും വിലങ്ങും ഉരണ്ടും ഓടിക്കളിക്കുന്നു. തള്ളേലിയും കാക്കിരി പീക്കിരി എലിക്കുഞ്ഞുങ്ങൾ സുഖമായ വളർത്തി കഴിയുന്നു. ജയിൽ വിട്ട് നാട്ടിൽ വന്ന അവന്റെ കാതുകളിൽ ആരോ മന്ത്രിച്ചു. അവന്റെ എല്ലാമായ കാമുകിയെ വേറെ ആരോ കല്യാണം കഴിക്കാൻ പോകുന്നു. വരനാരാണെന്ന് അറിയണ്ടേ? രോമമെല്ലാം കൊഴിഞ്ഞ് ദേഹമാസകലം പാണ്ടുപിടിച്ച ഒരു വയസ്സൻ തുരപ്പൻ. അതെ, അതാണ് അവളുടെ വരൻ. ജയിലിൽ അവൾക്ക് വേണ്ടി മാത്രം സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു വലിയ പെട്ടി. ആ പെട്ടിയിൽ അവൾക്ക് വേണ്ടി അവൻ കരുതി വെച്ചിരുന്നത് 2 ഉണക്കമത്തിയുടെ തല, പുകപിടിച്ച 3-4 തേങ്ങാക്കൊത്ത്, റേഷൻ കടയിൽ നിന്നും ചാക്ക് തുളച്ചെടുത്ത പുഴുപിടിച്ച ഒരു പിടി അരി, പിന്നെ ഒരു 5-6 പയർമണി. ഇത്രയുമായിരുന്നു അവൻ അവൾക്ക് വേണ്ടി കരുതി വെച്ചിരുന്നത്. ജയിലിൽ നിന്നും ഇറങ്ങി അവൻ പെട്ടിപ്പെടുത്ത് 2 കിലോമീറ്റർ കല്യാണ വീട്ടിലേക്ക് നടന്നു. പക്ഷെ അവന്റെ തൊട്ടുപുറകെ അവൻ അറിയാതെ ആരോ അവന്റെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു. അവന്റെ കാലിൽ എന്തോന്ന് തടഞ്ഞു. അവൻ സൂക്ഷിച്ചു നോക്കി. ചെളി പിടിച്ചു കിടക്കുന്ന ഒരു വാട്ടക്കപ്പയായിരുന്നു അത്, ഒരു ഉണക്ക കപ്പ. അത് മൈൻഡ് ചെയ്യാതെ ആ തുരപ്പം നടന്നു നീങ്ങി. ആ ഇരുട്ടിൽ തന്റെ കാലിൽ ആരോ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അത് അവളായിരുന്നു, തന്റെ എല്ലാമായ കാമുകി. ദുഃഖമിടപെട്ട് ഒഴുകിയ മുഹൂർത്തത്തിൽ എല്ലാം മറന്നവൾ ആ പേര് നീട്ടി വിളിച്ചു, എന്റെ തുരപ്പേട്ട എന്ന് വിളിച്ചോണ്ട് ആ മുഖത്ത് ചാടിക്കയറി ഒരു മാന്തും ഒരു കെട്ടിപ്പിടുത്തവും കൂർത്ത ചുണ്ടുകൊണ്ട് ഒരു മുത്തവും കൊടുത്തു. തുരപ്പം കൊണ്ടുവന്ന മത്തിത്തലയും തേങ്ങാ പുളുമൊക്കെ ആ തുരപ്പൻ ആ തുരപ്പി കൊടുത്തു. അങ്ങനെ അവളെ മാറോട് ചേർത്തുകൊണ്ട് വളരെ പതിയ സ്വരത്തിൽ അവളുടെ ചെവിയിൽ മധുരമായി ഇങ്ങനെ മന്ത്രിച്ചു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമുക്ക് ഇത്തിരി കാശി എന്ന് നിങ്ങൾ സഹായിക്കാമോ? ഇങ്ങനെ ആരെങ്കിലും മന്ത്രിക്കും? താനാരാ? നമ്മൾ ഈ നാട്ടുകാരനാണ്. നമ്മുടെ പേര് ബീരാൻ. ബീരാൻ ഇപ്പൊ എന്താ വേണ്ടത്? നിങ്ങളുടെ കഥ ഇന്റർവെല്ലാണെങ്കിലേ നമ്മൾ നമ്മുടെ ജീവിത കഥ അങ്ങനെ തുടങ്ങാന്ന് കരുതി. എടക്ക ആ സിമ്പലടിച്ചേ. പ്രിയമുള്ള നാട്ടുകാര്, നമ്മുടെ ഒരേ ഒരു 12ാമത്തെ മോനാണ് ജമാല്. അവന് ജപ്പാൻ ജ്വരമാണ്. 5-6 മാസമായി തുടങ്ങിയിട്ട് നിങ്ങൾ നിങ്ങളുടേതായ സഹായങ്ങളൊക്കെ ചെയ്തു തന്നു കഴിഞ്ഞാൽ അവന്റെ ആ ജ്വരം മാറിക്കിട്ടും. സഹൃദയരെ, ബീരാനിക്കാരന്റെ മകന്റെ ജപ്പാൻ ജ്വരം മാറ്റുന്നതിന് വേണ്ടി എന്റെ ഈ പരിപാടിയുടെ മുഴുവൻ തുകയും ഞാൻ ബീരാനിക്കൊക്കെ സംഭാവന ചെയ്യുന്നു. പഠിച്ചോന്നിന്റെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ തന്റെ മോനെ ഇന്നാ പിടിച്ചോ. ജമാലിന് വേണ്ടി എന്റെ വക ഒരു 25,000 രൂപ. വലിയ ഉപകാരം കിട്ടാ. പാറ്റ കമ്പനിയിലെ മാനേജറായി ഞാൻ 9,999 പൈസ സംഭാവന ചെയ്തിരിക്കുന്നു. എയർലൈൻസ് ഓയിലിന് വേണ്ടി എന്റെ വക 50 രൂപ. പഠിച്ചോനെ നിർത്ത്. മതി. അവന് 1 ലക്ഷം രൂപ മതി. പക്ഷെ നിങ്ങളെല്ലാം പിരിച്ചെടുത്തിട്ട് ഒരു 1.5 ലക്ഷം രൂപ നമുക്ക് പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നാളെ ഒരു 10:30 മണിക്കാണ് അവന്റെ ഫ്ലൈറ്റ്. നിങ്ങൾ അവനെ യാത്രയാക്കാൻ വേണ്ടി പഞ്ഞം. അതെ, എന്താണ് ഇയാളെ ഏത് വിദേശ രാജ്യത്ത് കൊണ്ടാണ് ചികിത്സിക്കുന്നത്? ആര്? എന്തിനു വേണ്ടിയിട്ട്? അല്ല, അവന് ജപ്പാൻ ജ്വരമാണല്ലോ, അസുഖമാണെന്ന് പറഞ്ഞു. അത് അസുഖമൊന്നുമല്ല. അവന് ജപ്പാനിൽ പോണെന്നുള്ള ജ്വരം തുടങ്ങിയിട്ട് ഒരു 5-6 മാസമായി. അതുകൊണ്ട് അവൻ നാളെ ജപ്പാനിലേക്ക് പോവുകയാണ്.
അതിനു വേണ്ടിയാണ് നമ്മൾ ഈ കാശൊക്കെ പിരിവെടുത്തത്. സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള പിരിവുകാരെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള മറ്റു പിരിവുകാരെ കുറിച്ച് ഞാൻ ഓർത്തു പോവുകയാണ്. അവരെ കുറിച്ച് പറഞ്ഞാൽ